മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠയുടെ 33 ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ പോലെ തന്നെ വിശുദ്ധ യൗസേപ്പിതാവിനും നമ്മുടെ ജീവിതത്തെ 33 ദിവസങ്ങളെടുത്ത് പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ യാത്രയ്ക്ക് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ യൗസേപ്പിതാവിനോട് അടുപ്പമുള്ളവരായിരിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാണ്. 33 ദിവസത്തെ ഒരുക്കങ്ങളും വിശുദ്ധ യൗസേപ്പിതാവിനുള്ള പ്രതിഷ്ഠയും നടത്തുന്നത് വഴി നമ്മൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടും എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ പ്രതിഷ്ഠാ ദിനങ്ങളിൽ ഉള്ള ശുശ്രൂഷകളിൽ നമുക്ക് സ്നേഹപൂർവ്വം പങ്കെടുക്കാം. വിശുദ്ധ യൗസേപ്പിതാവിനെ കൂടുതൽ നമുക്ക് അടുത്തറിയാനായിട്ട് പരിശ്രമിക്കാം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പൊതുവെ വിശുദ്ധ യൗസേപ്പിതാവ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മൗനിയായി കാണപ്പെടുന്നു. പക്ഷേ സഭയുടെ പാലകന്, നന്മരണ മധ്യസ്ഥന്, അങ്ങനെയുള്ള വിധത്തിലൊക്കെ വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് നമുക്ക് നല്ല ഓർമ്മകൾ, നല്ല ചിന്തകൾ, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച ധാരാളം അനുഗ്രഹങ്ങളുടെ നീണ്ട നിരയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ഈ 33 ദിവസങ്ങൾ നമുക്ക് സ്നേഹപൂർവ്വം വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് സഭ മുമ്പെങ്ങുമില്ലാത്ത വിധം ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് വിശ്വാസത്തിന്മേലുള്ള ആക്രമണം, സത്യത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം, കുടുംബജീവിതത്തിന് നേരെയുള്ള ഭീഷണികൾ, വർദ്ധിച്ചു വരുന്ന മതനിരപേക്ഷത എന്നീ അനിശ്ചിതത്വങ്ങളിൽ ശക്തമായ ആത്മീയ സംരക്ഷണം ആവശ്യമായി തീർന്നിരിക്കുന്ന ഒരു സമയമാണല്ലോ. ഈശോയുടെയും മറിയത്തിൻ്റെയും ഒക്കെ സംരക്ഷണം ദൈവമാർ യൗസേപ്പിതാവിനെ ഏൽപ്പിച്ചതുപോലെ സാർവത്രിക സഭയുടെ സംരക്ഷകനായ മാർ യൗസേപ്പിലേക്ക് നമുക്കും തിരിയാം. വിശുദ്ധ യൗസേപ്പിതാവിനെ തിരുകുടുംബത്തിൻ്റെ സംരക്ഷകനായ ദൈവം തിരഞ്ഞെടുത്തു. അവർക്ക് സംരക്ഷണം നൽകി, അപകടത്തിൽ നിന്നും അവരെ സംരക്ഷിച്ച് ജ്ഞാനത്തോടും വിനയത്തോടും കൂടി അവരെ നയിച്ചു. അതുപോലെ മിശിഹായുടെ ശരീരമായ സഭയെ ഇന്നും യൗസേപ്പിതാവ് നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഹെറോദേസിൻ്റെ വീക്ഷണങ്ങളിൽ നിന്നും ഈശോയെ സംരക്ഷിച്ചതുപോലെ അവനിപ്പോൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മീയ അപകടങ്ങളിൽ നിന്നും സഭയെ സംരക്ഷിക്കുകയും വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഈ 33 ദിവസത്തെ സമർപ്പണം അവിടുത്തെ സംരക്ഷണത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും സഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ വ്യക്തിജീവിതത്തിനും വേണ്ടിയുള്ള ശക്തമായ മാധ്യസ്ഥം തേടുന്നതിനുമുള്ള അവസരമാണ്. ഓരോ ദിവസവും മാർ യൗസേപ്പിൻ്റെ സദ്ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും തിരുവെഴുത്തുകളെക്കുറിച്ച് ധ്യാനിക്കുകയും ഈ പ്രയാസകരമായ സമയങ്ങളിൽ സഭയുടെ നവീകരണത്തിനും ശക്തിപ്പെടലിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ യാത്രയുടെ അവസാനത്തോടെ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൂഹത്തെ മുഴുവനെയും സഭയെയും അവൻ്റെ പിതാവിൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പിതാവിന് നാം ഒരു സമർപ്പണ പ്രവൃത്തി നടത്തുകയാണ്. എന്നത്തേക്കാളും ഇപ്പോൾ നമുക്ക് അവൻ്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും മാതൃകയും ആവശ്യമാണ്. നമുക്ക് വിശുദ്ധ യൗസേപ്പിതാവിനോടൊപ്പം നടക്കാം. നമ്മുടെ രക്ഷകനായ ഈശോയിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ അദ്ദേഹത്തെ അനുവദിക്കാം. സ്നേഹതീഷ്ണതയോടെ നമുക്ക് ഈ സമർപ്പണ പ്രാർത്ഥന മുടക്കം കൂടാതെ നടത്താം. ഈ 33 ദിവസങ്ങൾ വിശുദ്ധ യൗസേപ്പിതാവിനോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയിലേക്ക് നമുക്ക് നടക്കാം. ഈ പ്രതിഷ്ഠയുടെ ദിനങ്ങളിൽ ഓരോ ദിവസവും വിശുദ്ധ യൗസേപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. തുടർന്ന് വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള ഒരുക്ക പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശ്വാസ പ്രമാണവും വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള പ്രാർത്ഥനയും ദൈവിക പുണ്യങ്ങൾ വളരുവാനുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ലുത്തീനിയും ചൊല്ലിയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും പഠിക്കുവാനും വിശുദ്ധ യൗസേപ്പിതാവിൽ നിറഞ്ഞു നിന്നിരുന്ന
ദൈവിക പുണ്യങ്ങൾ, സാൻമാർഗിക പുണ്യങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സമൂഹ ജീവിതവും സഭാജീവിതവും ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.